ISLൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഇന്ന് തങ്ങളുടെ സീസണിലെ അവസാന ഗ്രൂപ്പ് സ്റ്റേജ് മത്സരത്തിൽ ഹൈദരാബാദ് FCയെ നേരിടും. വൈകിട്ട് 7:30 ഹൈദരാബാദിലെ ഗച്ചിബോളി സ്റ്റേഡിയത്തിൽ വെച്ചാണ് മത്സരം അരങ്ങേറുക. തോൽവിയാണ് ഫലമെങ്കിലും നിലവിൽ ഒറ്റയാൾ വിദേശ താരം ഹാവോ വിക്ടർ നയിക്കുന്ന ഹൈദരാബാദ് പോരാട്ട വീര്യം കാണിച്ചാണ് എല്ലാ മത്സരങ്ങളിലും കീഴടങ്ങാറ്. ഇന്ത്യൻ നിരയാണെങ്കിലും നിസാരക്കാരല്ല ഹൈദരാബാദ്. ബ്ലാസ്റ്റേഴ്സ് ആണെങ്കിൽ പരാജയങ്ങളുടെ കൊടുമുടി കയറി വരുമ്പോൾ എങ്ങനെയെങ്കിലും ഗ്രൂപ്പ് സ്റ്റേജ് അവസാനിപ്പിച്ച് ക്വാളിഫയർ മത്സരത്തിൽ ലൂണയുടെ വരവിനാണ് ആരാധകർ കാത്തിരിക്കുന്നത്. ലൂണ വന്നാലേ ടീം സെറ്റാകുമെന്നാണ് ആരാധകരുടെ വിശ്വാസം. ഇന്ന് ചിലപ്പോൾ ലൂണ അവസാന കുറച്ച് മിനിറ്റുകളിൽ കളത്തിലിറങ്ങാനും സാധ്യതയുണ്ട്. എന്നാൽ താരമടക്കമുള്ള പ്രധാന 4 താരങ്ങൾ യെല്ലോ കാർഡ് സസ്പെൻഷൻ വക്കിലുള്ളത് കൊണ്ട് തന്നെ താരങ്ങളെ നോക്കിയായിരിക്കും കളിപ്പിക്കുക. ഇനി ടീം വാർത്തകളിലേക്ക് പോകുമ്പോൾ ഹാംസ്ട്രിംഗ് ഇഞ്ചുറി നേരിടുന്ന ദിമിത്രിയോസ്, ഫെഡോർ, പരിക്കേഡ് ജസ്റ്റിൻ എന്നീ താരങ്ങൾ ഇന്ന് കളിച്ചേക്കില്ല. കഴിഞ്ഞ മത്സരത്തിൽ പോലെ തന്നെ ഫുൾ യങ് ഇന്ത്യൻ നിര തന്നെയായിരിക്കും ബ്ലാസ്റ്റേഴ്സിനായി ഇന്നും ഇറങ്ങുക. ഇന്നത്തെ മത്സരത്തിലെ ബ്ലാസ്റ്റേഴ്സിന്റെ പോസിബിൾ 11 പരിശോധിക്കുമ്പോൾ ഗോൾ കീപ്പറായി ലാറ ശർമ്മയും ഡിഫൻസിൽ ലെഫ്റ്റ് ബാക്കായി റെഡ് കാർഡ് സസ്പെൻഷൻ നേരിടുന്ന നവോച്ചക്ക് പകരമായി സന്ദീപ് സിംഗും, റൈറ്റ് ബാക്കായി പ്രീതം ഗോട്ടാലും, 2 സെന്റർ ബാക്കുകളായി ഹോർമിയും മിലോസും, മിഡ്ഫീൽഡിൽ റെഡ് കാർഡ് സസ്പെൻഷൻ നേരിടുന്ന ജീക്സിന് പകരമായി വിപിൻ ദാനിഷും, 2 വിങ്ങുകളിലുമായി സൗരവും സക്കായും, മുന്നിൽ 2 സ്ട്രൈക്കേഴ്സായി ഇഷാൻ പണ്ഡിതയും നിഹാൽ സുധീഷുമായിരിക്കും ആദ്യ 11-ൽ ഇറങ്ങുക. എന്തായാലും വിജയത്തോടെ ഗ്രൂപ്പ് സ്റ്റേജ് അവസാനിപ്പിക്കാൻ ബ്ലാസ്റ്റേഴ്സിനാകട്ടെ എന്ന് ആശംസിക്കാം. വീഡിയോയുടെ അവസാനിക്കുന്നു. കൂടുതൽ കേരള ബ്ലാസ്റ്റേഴ്സ് ISL വാർത്തകളുമായി അടുത്ത വീഡിയോയിൽ കാണാം.